ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫുൾ സ്റ്റാർ സൊല്യൂഷൻസ്. ഇന്നത്തെ എപ്പിസോഡിൽ വെബ് ഡെവലപ്പേഴ്സ് നിർബന്ധമായും ഫോളോ ചെയ്യേണ്ട ഒരു 7 ഹാബിറ്റുകളെ കുറിച്ചാണ് പറയുന്നത്. സാധാരണയായിട്ട് നമ്മളൊരു സ്റ്റാക്ക് പഠിക്കുന്ന സമയത്ത് ആ സ്റ്റാക്ക് റിലേറ്റഡ് കണ്ടൻറ്റുകൾ കവർ ചെയ്യും. ദെൻ അതിനുശേഷം അത് യൂസ് ചെയ്തിട്ട് പ്രോജക്റ്റ് ബിൽഡ് ചെയ്യും. സോ ഇത് കൂടാതെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ജോബ് സെർച്ചിങ്ങിനും കരിയറിനെല്ലാം ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് മാറും. അങ്ങനെയുള്ള ഒരു 7 ഹാബിറ്റുകളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഇത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. അതിൽ ആദ്യത്തെ വരുന്നത് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ലീഡ് കോഡ്. അതായത് നിങ്ങൾ രാവിലെ എണീക്കുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡൊക്കെ നല്ല ഫ്രഷ് ആയിരിക്കുന്ന സമയമായിരിക്കും. ആ സമയത്ത് നിങ്ങൾ നേരെ പോയി യൂട്യൂബിൽ പോയിട്ട് ട്യൂട്ടോറിയൽസ് കാണാതെ ലീഡ് കോഡ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. ലീഡ് കോഡ് അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും പ്ലാറ്റ്ഫോം, അതായത് ഹാക്കർ റാങ്ക് അല്ലെങ്കിൽ കോഡ് ഷെഫ് ഒക്കെ പോലത്തെ പ്ലാറ്റ്ഫോമുകളുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾ ഒരു അരമണിക്കൂറോ 1 ഹവറോ സ്പെൻഡ് ചെയ്യാം. ഇനീഷ്യലി ഭയങ്കര ടഫായിരിക്കും. അപ്പോൾ നിങ്ങൾ ChatGPT ഒക്കെ യൂസ് ചെയ്തിട്ട് ആ 1 ഹവർ ലീഡ് കോഡിന് വേണ്ടി മാറ്റി വയ്ക്കാം. പിന്നെ രണ്ടാമത് വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് ബിൽഡ് യുവർ പ്രൊഫഷണൽ പ്രസൻസ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ലീഡ് കോഡിൻ്റെ കേസ് പറഞ്ഞു. ലീഡ് കോഡിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കുറേ ബാഡ്ജുകളുണ്ട്. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ബാഡ്ജസൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് അത് റിക്രൂട്ടേഴ്സ് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. സോ അത് നിങ്ങളുടെ ജോബിനെ ഭയങ്കരധികം ഹെൽപ്ഫുൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ നിങ്ങൾ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ ഹാക്കർ റാങ്കിൽ ടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടും. അങ്ങനെ ആ സർട്ടിഫിക്കറ്റ് എല്ലാം നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ലേണിംഗ് പ്രോഗ്രസ്സും ലിങ്ക്ഡിനിൽ ഷെയർ ചെയ്യാം. അതായത് നിങ്ങളൊരു പ്രോജക്റ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ആ പ്രോജക്റ്റിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇടാം. അതുപോലെ തന്നെ ഗിറ്റ് ഹബ് അതിൻ്റെ റിപ്പോസിറ്ററിയും കൂടിയും ഷെയർ ചെയ്യാം. അതും മാത്രമല്ല, നിങ്ങളത് ഹോസ്റ്റ് ചെയ്തതിൻ്റെ ലിങ്കും കൂടിയും അതിൻ്റെ കൂടെ തന്നെ ഷെയർ ചെയ്യണം. നിങ്ങൾ ഫോളോ ചെയ്യേണ്ട മറ്റൊരു ഹാബിറ്റാണ് എക്സ്പ്ലോർ ഗിറ്റ് ഹബ് റിപ്പോസിറ്ററീസ്. അതായത് നിങ്ങളുടെ പ്രോജക്റ്റ് ലിങ്ക്ഡിനിൽ ഷെയർ ചെയ്യുന്നത് പോലെ തന്നെ മറ്റുള്ളവരും അവരുടെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രോജക്റ്റിൻ്റെ ഫീച്ചേഴ്സും പിന്നെ ഗിറ്റ് റെപ്പോ പിന്നെ അവർ ഹോസ്റ്റ് ചെയ്തതിൻ്റെ ലിങ്ക് എല്ലാം വെച്ചിട്ട് ലിങ്ക്ഡിനിൽ ഷെയർ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ അവിടെ പോയിട്ട് അവരുടെ പ്രോജക്റ്റ് എങ്ങനെയാണെന്ന് ലൈവ് ഡെമോ പോയിട്ട് അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും മനസ്സിലാക്കുക. അതിനുശേഷം ഗിറ്റ് റെപ്പോ പോയിട്ട് അവരെങ്ങനെയാണ് ആ പ്രോജക്റ്റ് ബിൽഡ് ചെയ്തത്, അതിൻ്റെ ഫോൾഡർ സ്ട്രക്ചർ, ഫ്രണ്ട് എൻഡ് എങ്ങനെയാണ്, ബാക്ക് എൻഡ് എങ്ങനെയാണ്, അത് ഏത് ആർക്കിടെക്ചറിലാണ് ആ പ്രോജക്റ്റ് അവർ ബിൽഡ് ചെയ്തത്. പിന്നെ ഏതെങ്കിലും കോഡ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അത് ChatGPTയിൽ ഇട്ടിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ജസ്റ്റ് ഒരു ഓവർവ്യൂ പോലെ, എല്ലാം മനസ്സിലാക്കണമെന്നില്ല. പിന്നെ നിങ്ങൾക്ക് ചെറിയൊരു നോട്ട് പോലെ നോക്കിയിട്ട് അത് എന്തൊക്കെ മനസ്സിലായി എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ചെറിയ നോട്ട് പോലെയൊക്കെ ക്രിയേറ്റ് ചെയ്യണത് നിങ്ങൾ ഫ്യൂച്ചറിൽ പ്രോജക്റ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ വേറൊരു ഹാബിറ്റ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതാണ് വാച്ചിങ് വീഡിയോസ് ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് അറ്റ് ഗൂഗിൾ, ഫേസ്ബുക്ക്, ആമസോൺ. അതായത് ഇവിടെ ജോബ് കിട്ടിയവരൊക്കെ ഇവരുടെ എക്സ്പീരിയൻസ്, ഇവരെങ്ങനെയാണ് അവിടേക്കുള്ള ഇൻ്റർവ്യൂസെല്ലാം ക്രാക്ക് ചെയ്തത് എങ്ങനെയാണ്, പിന്നെ അവിടുത്തെ വർക്ക് കൾച്ചർ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ജോലി കിട്ടിയ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് എല്ലാം വീഡിയോസ് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ വാച്ച് ചെയ്യണത് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ കിട്ടാനും പിന്നെ എങ്ങനെയാണ് ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ വരുന്നതാണ് ഫോളോ വെബ് ഡെവലപ്മെൻറ്റ് ബ്ലോഗ്സ് ആൻഡ് ടെക് ന്യൂസ്. അതായത് നിങ്ങൾ ടെക്കിൽ എന്തെങ്കിലും പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് അത് അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബ്ലോഗ് വായിക്കുന്നതും ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് വായിക്കുന്ന ഒരു ഹാബിറ്റ് വളർത്തിയെടുക്കുന്നത് നിങ്ങളുടെ കരിയറിനൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ വരുന്നൊരു മറ്റൊരു ഹാബിറ്റാണ് ജോയിൻ ടെക് ഡിസ്കഷൻസ് ഓൺ കമ്മ്യൂണിറ്റീസ്. അതായത് നിങ്ങൾ കമ്മ്യൂണിറ്റിയുടെ ഒക്കെ പാർട്ടാവാം. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റീസ് ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവരുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ വരുന്ന സമയത്ത് ചിലതൊന്നും നമുക്ക് കിട്ടിയെന്ന് വരില്ല. സോ അങ്ങനെ സമയത്ത് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ റിസർച്ച് ചെയ്തിട്ട് അതിനൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ നോളജ് ബ്രഷപ്പ് ചെയ്യാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി അവസാനത്തെ ഹാബിറ്റാണ് റാപ്പപ്പ് യുവർ ഡേ വിത്ത് ടെക് പോഡ്കാസ്റ്റ് ആൻഡ് മോക്ക് ഇൻ്റർവ്യൂസ്. യൂട്യൂബിൽ ഒരുപാട് ടെക് റിലേറ്റഡ് ആയിട്ടുള്ള പോഡ്കാസ്റ്റും കാര്യങ്ങളും അവൈലബിൾ ആണ്. അപ്പോൾ അത് കാണുന്നത് വഴി നിങ്ങൾക്ക് ടെക്കിലുള്ള പുതിയ ട്രെൻഡും പിന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള നോളജൊക്കെ നിങ്ങൾക്ക് കിട്ടും. സോ അതുകൊണ്ട്
ടെക് പോഡ്കാസ്റ്റ് കാണുന്നത് നല്ലൊരു ഹാബിറ്റാണ്. അതുപോലെ തന്നെ മോക്ക് ഇൻ്റർവ്യൂസ് കാണുന്ന സമയത്ത് നിങ്ങൾ അന്നത്തെ ദിവസം ഏത് ടോപ്പിക്കാണോ കവർ ചെയ്തത്, സപ്പോസ് ജാവാസ്ക്രിപ്റ്റ് ആണെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മോക്ക് ഇൻ്റർവ്യൂസ് ഒക്കെ ഒരുപാട് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ കൈൻഡ് ഓഫ് റിവിഷൻ പോലെ റിവൈസ് ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് എങ്ങനെയാണ് എത്രത്തോളം നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ മോക്ക് ഇൻ്റർവ്യൂസ് ലിസൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ ടെക് പോഡ്കാസ്റ്റ് ലിസൺ ചെയ്യുന്നതും മോക്ക് ഇൻ്റർവ്യൂസ് എല്ലാം ലിസൺ ചെയ്യണതും വേറൊരു രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മൾ ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുന്നേ സ്ക്രീൻ ടൈം ഓഫ് ആക്കണമെന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സ്ലീപ്പിങ്ങിൻ്റെ ക്വാളിറ്റീനൊക്കെ അഫക്റ്റ് ചെയ്യും. സോ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇത് വാച്ച് ചെയ്യേണ്ട കാര്യമില്ല. ഇത് നമുക്ക് ജസ്റ്റ് ലിസൺ ചെയ്താൽ മാത്രം മതി. അങ്ങനെ നോക്കുമ്പോഴും നിങ്ങൾ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ മോക്ക് ഇൻ്റർവ്യൂസും ടെക് പോഡ്കാസ്റ്റ് എല്ലാം ലിസൺ ചെയ്യണത് ആ രീതിയിലും നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഹാബിറ്റിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. ഇതല്ലാതെ എന്തെങ്കിലും ഹാബിറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. നമുക്ക് വേറൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.